ഗൈസ്, നമ്മൾ എത്ര പേര് നമ്മളെ മമ്മൂക്കാന്റെ ബസ്സൊക്കെ ഇപ്പൊ ഇറങ്ങുമോ വെച്ച് എത്ര വെയിറ്റ് ചെയ്തൊരു പടാണ്. ആ പോസ്റ്ററും ട്രെയിലറും ഒക്കെ ഉണ്ടാക്കിയ ഒരു ഹൈപ്പ് ഹൈ ആണ്. ഭയങ്കര സ്റ്റൈലിഷ് സ്ലീക്ക് ലുക്കിൽ മമ്മൂക്കാന്റെ പോസ്റ്റർ കണ്ടപ്പോൾ തന്നെ പടത്തിന് ഹൈപ്പ് കയറിയ സംഭവമാണ്. പ്രത്യേകിച്ച് ഒരു ഗെയിമിംഗ് വിഷയമായതുകൊണ്ട് നമുക്ക് ട്രെയിലറിലൊക്കെ കണ്ടപ്പോൾ മനസ്സിലായല്ലോ. അപ്പൊ അത് വെച്ചുകൊണ്ട് തന്നെ ഒരു കൂൾ വൈബോളി പടമാണെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായി. മാത്രമല്ല മമ്മൂക്ക കുറെ നാളായിട്ട് നമുക്ക് നല്ല പടങ്ങൾ മാത്രം തരുന്നല്ലോ, എല്ലാം ഒന്നിനൊന്നും മെച്ചപ്പെട്ട ഒരു സംഭവമായിട്ടായിരുന്നു മമ്മൂക്ക വരാറ്. ഇതിലും പുള്ളിക്കാരൻ വ്യത്യസ്തമായ ഒരു ക്യാരക്ടറായിട്ട് തന്നെ വന്നിട്ടുള്ളത്. ഒരു പാഴായ പടം അല്ലെങ്കിൽ ഒന്നുമില്ലാത്ത പടം എന്നുള്ളൊരു ഒരു ഫീലിംഗ് നമുക്ക് തരാറേ ഇല്ല. ഇപ്പൊ അടുത്ത കാലമായിട്ട് ഒട്ടുമില്ല. ബസൂക്കയിലോട്ട് എത്തുമ്പോ ബസൂക്കയില് മമ്മൂക്ക ചെയ്യേണ്ട പോർഷൻസ് കിടുവായിരുന്നു, സൂപ്പർ ആയിരുന്നു. ലാസ്റ്റ് ക്ലൈമാക്സ് സീനൊക്കെ ഉണ്ടല്ലോ, ജില്ലാടി സംഭവമായിട്ടുണ്ട്. ആ ഒരു ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷനും ആ ഒരു ക്യാരക്ടറിന്റെ എടുത്തതെല്ലാം എല്ലാം സ്റ്റൈലായി. ഇത്രയും ഒരു വൈബോളി ക്യാരക്ടർ ആണെങ്കിൽ ഇനീഷ്യലി തൊട്ട് അത് ബിൽഡ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ആ ക്യാരക്ടറിന് പടത്തിന് ഹൈപ്പ് കൂടിയേനെ. ആ ഒരു ക്യാരക്ടർ റിവീൽ ചെയ്യുന്നവരെ ഇത്ര ഇൻട്രസ്റ്റിംഗ് ആയ ഒരു മനുഷ്യനാണ് അല്ലെങ്കിൽ ഇത്രയും ഒരു വ്യത്യസ്തനായ ഒരു മനുഷ്യനാണ് നമുക്കൊരു ഐഡിയ കിട്ടൂല. അത് ആദ്യമേ കൊണ്ടതിനെ പൊളിയായനെ എനിക്ക് തോന്നി. നമുക്ക് ഒരുപാട് നല്ല സിനിമകൾ തന്ന സ്ക്രിപ്റ്റ് റൈറ്റർ കലൂർ ഡെന്നിസിന്റെ മകൻ ഡിനു ഡെന്നിസ് തിരക്കഥ ചെയ്ത് സംവിധാനം ചെയ്തതാണ് ബസൂക്ക. ഇതിൽ പ്രധാന വേഷത്തിലെത്തിയത് നമ്മളെ മമ്മൂക്ക തന്നെയാണ്. പിന്നെ ഗൗതം വാസുദേവ മേനോനുണ്ട് ഒരു വലിയ റോളില്. പിന്നെ ദിവ്യ പിള്ളയുണ്ട്. ഡിനു ഡെന്നിസിന്റെ ഫസ്റ്റ് തിരക്കഥ സംവിധാനമാണ്. എനിക്ക് തിരക്കഥ കുറച്ചും കൂടെ ഒന്ന് അടിപൊളിയാക്കായിരുന്നു. എന്നാൽ പടത്തിന്റെ ഫീൽ ഭയങ്കര ഹൈ ആയനെ. മാത്രമല്ല ആ ഒരു വിഷയം ആരും സംസാരിച്ചിട്ടില്ല. ഒരു പുതിയൊരു സബ്ജക്റ്റ് ആണ് കൊണ്ടുവന്നത്. സ്ക്രിപ്റ്റ് എനിക്കൊരു ആദ്യത്തെ കുറച്ച് ഭാഗങ്ങളിലെല്ലാം ഒരു രസമുണ്ട്. ഒരു ഗെയിമിംഗ് സ്റ്റൈലിൽ തന്നെയാണ് എടുത്തത്. ഡയറക്ഷൻ വൈസ് എനിക്ക് അത്രയും ഒരു പ്രോബ്ലം തോന്നിയില്ല. നല്ലൊരു സ്റ്റൈലിൽ തന്നെയാണ് പടം എടുത്തത്. അതുപോലെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് നിമിഷ് രവിയാണ്. നല്ല സിനിമാറ്റോഗ്രാഫി ആയിട്ടുണ്ട്. ഡയറക്ഷൻ നല്ല ഒരു ഗെയിമിംഗ് സ്റ്റൈലിൽ തന്നെയാണ് പടം എടുത്തത്. പക്ഷെ തിരക്കഥ എനിക്ക് കുറച്ചും കൂടെ ഒന്ന് ബെറ്റർ ആക്കിയിരുന്നെങ്കിൽ പൊളിയായനെ തോന്നി. പ്രത്യേകിച്ച് ആ റോൾ മമ്മൂക്ക എടുക്കുന്നത് ഡിഫറെന്റ് ആയിട്ടാണ് വെച്ചാൽ ടോട്ടലി റോൾ എടുക്കുന്നുണ്ട്. ഭയങ്കര ഒരു വൈബ് മമ്മൂക്ക ലാസ്റ്റ് തരുന്നുണ്ട്. അത് പൊളിയാണ്. പക്ഷെ ഓവറോൾ പടത്തിൽ ഡിപ്പിംഗ് ആയ ഒരു സംഭവം തിരക്കഥയിൽ എനിക്കൊരു മിസ്സിംഗ് ആയി തോന്നി. വെച്ചാൽ സംഭവം സംഭവിക്കാൻ പോകുന്നുണ്ട് അതിലൊരു ഒരു ബസ്സൊക്കെ തരും നമുക്ക്. പക്ഷെ അതങ്ങനെ വലിച്ചൊരു എൻഡ് കിട്ടുന്നില്ല. ഒരു കിക്ക് കിട്ടി, അപ്പൊ അടുത്ത സീനിലോട്ട് പോയി. അങ്ങനെ ആ ഒരു കിക്ക് എനിക്ക് കുറച്ച് മിസ്സിംഗ് ആയിട്ട് തോന്നി. സയ്യിദിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടുവാക്കിയിട്ടുണ്ട്. കുറച്ച് പോർഷൻസിലേ ഉള്ളൂ കേട്ടോ. കാരണം ഭയങ്കരമായിട്ട് ഒരു ഗെയിമിംഗ് ഒന്നും തുടക്കത്തിൽ കാണിക്കുന്നില്ല. നമുക്ക് തുടക്കത്തിൽ തോന്നുന്ന ഒരു ത്രില്ലർ സംഭവം മാത്രമേ പടത്തിലുള്ളൂ എന്നുള്ളൊരു വൈബാണ് ആദ്യം കിട്ടുന്നത്. പക്ഷെ ഹൈ ആവുന്ന മൊമെന്റ്സിലൊക്കെ നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വെച്ച് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഗൗതം വാസുദേവ് മേനോന് കിടിലം ഇൻട്രോ ആണ്. കിടിലം എന്ന് പറഞ്ഞാൽ കിടിലം ഇൻട്രോ ആണ്. ഭയങ്കര ഒരു വാവ് ഫീലിംഗ് ഉണ്ടാക്കുന്ന ഒരു ഇൻട്രോ ആയിട്ടുണ്ട്. മമ്മൂക്കാന്റെ ഇൻട്രോ പറയുന്നത് ഭയങ്കര സംഭവമായിട്ടല്ല ഇൻട്രോ വന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്താണ് ഇത്ര കുറഞ്ഞു പോയെ, GVMന് അതിനേക്കാളും ഭയങ്കര ഒരു കിക്ക് തരുന്ന ഒരു ഇൻട്രോ ആണല്ലോ, എന്താ മമ്മൂക്കാരെ കുറഞ്ഞു പോയ തോന്നി. കുറഞ്ഞിട്ടില്ല. കുറച്ച് കഴിയുമ്പോൾ ഒരു കിടിലം സാധനം ഫൈറ്റ് വരാൻ പോകുന്നുണ്ട്. നമ്മൾ ഹാപ്പി ആക്കുന്ന ഒരു ഫൈറ്റ് വരാൻ പോകുന്നുണ്ട്. മമ്മൂക്ക, GVM, ദിവ്യ പിള്ള അല്ലാതെ ബാബു ഉണ്ട്, കുറച്ച് റോളിലുണ്ട്. പിന്നെ ഹക്കീം ഷാ ഉണ്ട്, കുറച്ച് വലിയ റോളിലാണ്, നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ ഡയറക്ടർ GV പ്രകാശ് ഉണ്ട്, കുറച്ച് റോളിലാണ്. പിന്നെ ഐശ്വര്യ മേനോൻ ഉണ്ട്, അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. ആ ഒരു ക്യാരക്ടറിന് വേണ്ട ഒരു സ്വാഗ് പിടിച്ച് ചെയ്തിട്ടുണ്ട്, കിടുവാക്കിയിട്ടുണ്ട്. പിന്നെ ഷൈൻ ടോം ചാക്കോ ഉണ്ട്, ഉള്ള സീൻ കിടുവാക്കിയിട്ടുണ്ട്. പക്ഷെ കുറച്ച് പോർഷൻസിലെ ആളുള്ളൂ. നമ്മൾ ലാലേട്ടൻ മഞ്ജു വാര്യർ സിനിമ ഉണ്ടായിരുന്നല്ലോ, ഡയറക്ടർ ഉണ്ണികൃഷ്ണനാണെന്ന് തോന്നുന്നു, വില്ലൻ എന്നുള്ളൊരു പടം ഉണ്ടല്ലോ, ആ പടം പോലെയുള്ള ഒരു വൈബുള്ള ഒരു പടം, അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. എന്തായാലും കുഴപ്പമില്ലാതെ കാണാൻ പറ്റുന്ന ഒരു സൈക്കോ ത്രില്ലർ പടം. അതാണ് എന്റെ അനുഭവത്തില് ബസൂക്ക. ഭയങ്കര സംഭവമായിട്ടില്ല, പക്ഷെ ഭയങ്കര സംഭവം ആക്കാമായിരുന്നു. നല്ലൊരു ത്രെഡായിരുന്നു. കുറച്ച് സ്ക്രിപ്റ്റ് നേരെയായാലും അടിപൊളിയായേനെ. എന്തായാലും കണ്ടിരിക്കാം. അപ്പൊ നിങ്ങൾ ഈ സിനിമ കണ്ടവരാണോ? സിനിമ എങ്ങനെയുണ്ട്, മമ്മൂക്ക എങ്ങനെയുണ്ട്, GVM എങ്ങനെയുണ്ട്, പടം എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവാ? സംഭവം നിങ്ങൾ വിചാരിച്ച പോലെ വന്നുവാ? എങ്ങനെയുണ്ട് എല്ലാം താഴെ കമന്റ് ചെയ്യണേ. കാണാൻ പോവുകയാണോ? നിങ്ങളൊരു കട്ട മമ്മൂക്ക ഫാൻ ആണെങ്കിൽ കമന്റ് ചെയ്യണേ. കട്ട മമ്മൂക്ക ഫാൻസിനൊക്കെ ഇഷ്ടപ്പെടുന്ന ഹൈ മൊമെന്റ്സ് ഇഷ്ടം പോലെ പടത്തിലുണ്ട്. ഒരുപാട് ഫൈറ്റ് സീനുകളുണ്ട്. അപ്പൊ അത്രയും വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. കുറച്ച് നാളായി ഞാൻ വീഡിയോ ഇട്ടിട്ട് കുറച്ചൊരു മെഡിക്കൽ ഇഷ്യൂവും കാര്യങ്ങളും ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇടാൻ പറ്റാതിരുന്നത്. എന്തായാലും നിങ്ങൾ വലിയൊരു അഭിപ്രായത്തിന് ഞാൻ വെയിറ്റിംഗ് ആണ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും. റിവ്യൂ, റിയാക്ഷനോ, സോഷ്യൽ ഇഷ്യൂ നെക്സ്റ്റ് ടൈം കാണാം. അതുവരെ ബൈ ബൈ.